PSC നിയമന കോഴ വിവാദത്തിൽ CPM പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി നിയമപോരാട്ടത്തിന് ഒരുങ്ങുന്നു. കോഴ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇന്ന് പരാതി നൽകും. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, താൻ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്, തന്നെ വഞ്ചിച്ചു, ചതിച്ചു എന്നാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത്. എങ്ങനെ നിയമപോരാട്ടം തുടങ്ങാനാണ് ഇദ്ദേഹം ആലോചിക്കുന്നത്? തീർച്ചയായും ഫിജി, CPM-നെതിരെ ഒരു അപ്രതീക്ഷിത സമരമുഖമാണ് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദ് കോട്ടൂളി തുറക്കുന്നത് എന്ന് വേണം പറയാൻ. അതായത് വരും ദിവസങ്ങളിലും ഇത് CPM-നെ പ്രതിരോധത്തിലാക്കും. CPM ഉത്തരം പറയേണ്ടി വരുന്ന ഒരു കാര്യമായി, അല്ലെങ്കിൽ പ്രമോദ് കോട്ടൂളിക്കും പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കാണ്, ജില്ലാ കമ്മിറ്റിക്കാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പ്രമോദ് കോട്ടൂളിയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ PSC കോഴ ആരോപണം എവിടെ നിന്ന് വന്നു, ഇതിനു പിന്നിലെ സാമ്പത്തിക ക്രമക്കേടും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നുള്ളതാണ്. അതിനാണ് നിയമപോരാട്ടത്തിനായി പ്രമോദ് കോട്ടൂളി ഇറങ്ങുന്നത്. ഇന്ന് 10 മണിയോടുകൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ട ഒരു വിഷയം. കാരണം മുന്നേ തന്നെ യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഗതി, ഈ ഒരു PSC കോഴ ആരോപണത്തിന്റെ ഗതി എങ്ങനെ പോകും എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അതിൽ മുന്നേ തന്നെ ഇതിൽ ശ്രീജിത്താണ് പരാതിക്കാരൻ എന്നുള്ള രീതിയിലായിരുന്നു പാർട്ടി പ്രമോദിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ശ്രീജിത്തിന്റെ ശബ്ദ സന്ദേശം അടക്കം കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ശ്രീജിത്ത് ഇങ്ങനൊരു പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ആരാണ് ഇവിടെ പരാതിക്കാരൻ, എവിടേക്കാണ് പണം പോയത്, ആർക്കാണ് പണം നൽകിയത് എന്നുള്ള കാര്യത്തിലൊന്നും മാധ്യമങ്ങൾക്കും പ്രമോദ് കോട്ടൂളിക്കും പാർട്ടിക്കും ഒന്നും വ്യക്തതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതൊക്കെ ഉത്തരം നൽകണം എന്നുള്ളതാണ് പ്രമോദ് കോട്ടൂളിയുടെ ആവശ്യം. മാത്രമല്ല, അന്ന് ഈ ഒരു ആരോപണം വന്നത് മുതൽ ആവർത്തിക്കുന്ന ഒരു കാര്യം, താൻ ആരോടും പണം വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പ്രമോദ് ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനൊരു നിയമപോരാട്ടത്തിലേക്ക് ഒരുങ്ങുമ്പോഴും പാർട്ടിക്കെതിരെ പ്രത്യക്ഷമായി ഒരു വാക്കുകൊണ്ട് പോലും എതിര് പറയാൻ വേണ്ടിയിട്ടോ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ടോ പ്രമോദ് തയ്യാറായിട്ടില്ല. മറിച്ച് ഇതിൽ തനിക്കെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഗൂഢാലോചന നടത്തി ചതിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രമോദ് പറയുന്നുണ്ട്. പക്ഷേ ജില്ലാ കമ്മിറ്റിക്കെതിരെയോ പാർട്ടിക്കെതിരെയോ മുഴുവനായും പ്രമോദ് ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഗതി എങ്ങനെയാണ്, PSC കോഴ ആരോപണത്തിന്റെ ഗതി എങ്ങനെയാണ്, ആരൊക്കെ കുടുങ്ങും, ആരൊക്കെ ഇതിൽ നിന്ന് തലയൂരും എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ശരി മേഘന, കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ.